പശ്ചിമേഷ്യയിൽ അമേരിക്ക സംഘർഷം തുടർന്നാൽ യൂറോപ്പിലെ US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഇറാൻ സർക്കാരുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസാണ് ഈ വിവരം പുറത്തുവിട്ടത്. സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമതാവളവും തെക്കുകിഴക്കൻ യൂറോപ്പിലെ ബൾഗേറിയയിലുള്ള ബെസ്മർ എയർബേസുമാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളത്തിൽ ഈ വർഷം മാർച്ചിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും സൈനിക പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകിയതിനാലാണ് ബൾഗേറിയയും ഇറാന്റെ പ്രതികാര പട്ടികയിൽ ഇടം പിടിച്ചത്. തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ പ്രതിരോധത്തിൽ നിന്ന് ആക്രമണ ശൈലിയിലേക്ക് മാറ്റാൻ ഇറാൻ തീരുമാനിച്ചതായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാന്റെ യുദ്ധശൈലിയിലെ മാറ്റത്തെക്കുറിച്ച് താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന സ്ഥലങ്ങളും വെളിവാകുന്നു. പ്രകോപനമില്ലെങ്കിലും ആക്രമിക്കുമെന്ന ഇറാന്റെ പുതിയ ശൈലി കൂടുതൽ ഉറപ്പിക്കുന്ന തരത്തിലാണ് ഓരോ ദിവസവും വാർത്തകൾ വരുന്നത്. അമേരിക്കയെ പശ്ചിമേഷ്യൻ മേഖലയിൽ കുടുക്കി ആക്രമിക്കാനാണോ ഇറാന്റെ പദ്ധതി? പശ്ചിമേഷ്യക്ക് പുറത്തേക്ക് യുദ്ധം കൂട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞാൽ അതിൽ നിന്നും ചില നേട്ടങ്ങൾ കൈവരിക്കാനാവും എന്ന ഇറാൻ്റെ കണക്ക് കൂട്ടൽ. അതാണ് കിഴക്കൻ യൂറോപ്യൻ മേഖല അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ യൂറോപ്യൻ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും തങ്ങൾ ഒരുപക്ഷെ നീങ്ങിയേക്കാം എന്ന സൂചന ഇറാൻ നൽകുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ്. ഇവിടെ രണ്ട് രാജ്യങ്ങൾ എടുത്തു പറയുന്നു. ബൾഗേറിയയിൽ അമേരിക്കൻ വിമാനങ്ങൾ ഇറങ്ങുന്നു, അതിന് ഫ്യൂവലിംഗ് റൈറ്റ്സ് കൊടുക്കുന്നു, റീഫ്യൂവലിംഗ്. കാരണം ദീർഘദൂരം പറന്നെത്തുന്ന വിമാനങ്ങൾക്ക് ഈ ഏറിയൽ സോർട്ടീസിൽ പങ്കെടുക്കണമെങ്കിൽ റീഫ്യൂവലിംഗ് ഒന്നുകിൽ ആകാശത്ത് വെച്ച് തന്നെ റീഫ്യൂവലിംഗ് നടക്കണം, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ റീഫ്യൂവലിംഗ് നടക്കണം. അതിനുള്ള അനുവാദം ബൾഗേറിയ കൊടുത്തു. ബൾഗേറിയൻ പാർലമെൻറ്റ് അനുവദിച്ച ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ കുറേ കാലമായി ബൾഗേറിയയുമായി ഇറാൻ അത്ര രസത്തിലല്ല. അതുകൊണ്ടാണ് ഈ ബൾഗേറിയയുടെ കാര്യം സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ അധികം ചർച്ചാ വിഷയമാകുന്ന രാജ്യമല്ല. മുൻപ് കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടിയായിരുന്നു. തെക്ക് കിഴക്കൻ യൂറോപ്പിലെ രാജ്യമാണ്. അപ്പോൾ അതാണ് ഒരു ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് സൈപ്രസാണ്. സൈപ്രസിൽ തീർച്ചയായും മുൻപ് ഏപ്രിലിൽ മാർച്ച് മാസമാണെന്ന് തോന്നുന്നു ആക്രമണം നടന്നത്. ഇറാൻ്റെ ആക്രമണം നടന്നു. ഡ്രോണുകൾ അയച്ചു, ദീർഘദൂര മിസൈലുകൾ അയക്കുന്നു. യഥാർത്ഥത്തിൽ സൈപ്രസ് തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. മെഡിറ്ററേനിയൻ കടലിലെ തന്ത്രപ്രധാനമായ ഒരു മേഖല എന്ന നിലയിൽ അവിടെ സ്റ്റേഷൻ ചെയ്തുകൊണ്ട് അവിടെയുള്ള ബ്രിട്ടീഷ് വ്യോമതാവളം അവിടെ സ്റ്റേഷൻ ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് കാര്യങ്ങൾ നീക്കാൻ കഴിയും. അതുകൊണ്ടിപ്പോൾ അമേരിക്കയെ മാത്രമല്ല, അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, അങ്ങനെ നേറ്റോ രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളും അവർക്ക് താല്പര്യമുള്ള ഇടങ്ങളുമൊക്കെ തങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ പുറമേ പറയുന്നത്. ഇതൊരു പ്രഷർ ടാറ്റിക്സ് എന്ന നിലയിൽ കാണാം. അതിനും ഉപരിയായി യഥാർത്ഥത്തിൽ ഇറാൻ എന്തെങ്കിലും ഒരു സാധ്യത, ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു സാധ്യത ഉണ്ടാകണമെങ്കിൽ അമേരിക്കയെ ആ പ്രദേശത്ത് പൂർണ്ണമായി തളച്ചിട്ടാൽ അമേരിക്കയുടെ പൊതുജനാഭിപ്രായം മാറും. അതനുസരിച്ച് അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ടി വരും എന്ന കണക്കുകൂട്ടലാണ്. അതിനുള്ളിൽ തന്നെ ലോക സമ്മർദ്ദമുണ്ടാകും. അമേരിക്കയ്ക്ക് മേലും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുമെല്ലാം ലോക സമ്മർദ്ദമുണ്ടാകും. അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഇന്നത്തെ നിലയിൽ അനുകൂലമാകാൻ പോകുന്നത് ഇറാന് തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്നൊരു കരാറിലൂടെ, അത് ഇറാൻ അത്ര അനുകൂലമല്ലാത്ത ഒരു കരാറിലൂടെ ഇത് പരിഹരിച്ച് തലയൂരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇറാന് താൽക്കാലിക ആശ്വാസമായിരിക്കാം. പക്ഷേ ആത്യന്തികമായി ഇറാനിയൻ താൽപ്പര്യങ്ങൾ അവിടെ ബലികഴിക്കപ്പെടും. അതുകൊണ്ട് ഇതിനൊരു സ്വാഭാവിക പരിണാമഗുപ്തിയിലെത്തണം എങ്കിൽ യുദ്ധം നീണ്ടുപോവുകയും അതിൽ ഒരു ടോട്ടൽ ഫ്യൂട്ടിലിറ്റി, നിരർത്ഥകത ബോധ്യമാവുകയും ചെയ്ത് അമേരിക്ക പിൻവാങ്ങണം. ഇതാണ് ആത്യന്തികമായി ഇറാൻ്റെ ഒരു പ്ലാൻ. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത് തങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്തുന്നു എന്ന മുൻ നിലപാടിൽ നിന്നും വിഭിന്നമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതികളിലും ആക്രമണം നടത്താൻ തങ്ങൾ സന്നദ്ധമാവും. ഇതാണ് ഇറാൻ്റെ ഒരു ഗെയിം പ്ലാനിൽ വന്ന ചേഞ്ച്. അതാണ് ഒരു ഡയമെൻഷൻ. രണ്ടാമത് മറ്റൊരു ഡയമെൻഷൻ കൂടി ഇത്തരണത്തിൽ ഓർത്തിരിക്കേണ്ടതുണ്ട്. അമേരിക്കയ്ക്ക് വൻ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് മധ്യപൂർവ്വ പ്രദേശത്താകമാനം, യൂറോപ്പിൻ്റെ വിവിധ മേഖലയിൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആകാം, ടെക്നോ പ്രോജക്റ്റുകളാകാം, കൊളാബറേഷൻസ് ആകാം, ഇതെല്ലാം ഉണ്ട്. അപ്പം മിലിറ്ററി ടാർഗറ്റ്സിന് ഉപരിയായി നോൺ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ്, ഇക്കണോമിക് ട്രേഡ് ഇൻസ്റ്റലേഷൻസ്, അവിടേക്കും കൂടി
ഒരുപക്ഷെ ഇറാൻ്റെ ആക്രമണം നീളുകയാണ് എന്ന് സങ്കല്പിക്കുക. ഒരുപക്ഷെ ഇറാൻ അളമുട്ടിയാൽ ആ രീതിയും അഡോപ്റ്റ് ചെയ്തേക്കാം. അമേരിക്കയുടെ താല്പര്യമുള്ള രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ നല്ലൊരു പങ്കും കടന്നു പോകുന്നത് മധ്യപൗരസ്ത്യ പ്രദേശത്തെ വിവിധ കടൽ അടിത്തട്ടിലൂടെയാണ്. ഈ ടെലിഫോൺ കേബിളുകൾ, നെറ്റ്വർക്കുകൾ ഇതെല്ലാം കടന്നു പോകുന്നത് ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണ്. ഇതെല്ലാം ഈ ഏതെങ്കിലും രീതിയിൽ ഡിസ്റപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, സബോട്ടേജ് ചെയ്യുകയും അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്താൽ ലോകത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തന്നെ അവതാളത്തിലാകും. അത് അമേരിക്കയെ മാത്രമല്ല ബാധിക്കുന്നത്, സമസ്ത ലോകത്തെ കമ്മ്യൂണിക്കേഷനെ, ട്രേഡ്, കോമേഴ്സിനെ, ഇതെല്ലാം തന്നെ, ലോജിസ്റ്റിക്സ് എല്ലാം തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതാണ് മറ്റൊരു ഡയമെൻഷൻ. അത് നേരത്തെ നമ്മൾ മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനൊരു സാധ്യത നമ്മൾ ഒരു എപ്പിസോഡിലൂടെ, ഒരു സെപ്പറേറ്റ് എപ്പിസോഡിലൂടെ നമ്മൾ ഈ കടൽ തട്ടിലുള്ള കേബിളുകൾ അറുത്തു മാറ്റാനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിച്ചതുമാണ്. അത് ഒരുപക്ഷെ അത് ആക്റ്റീവായി അത് പരിഗണനയിലുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കാരണം ഈ വളരെയധികം പ്രതിരോധത്തിലേക്ക് പോയാൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂടായികയില്ല. അവരൊക്കെയുള്ള പ്രതിരോധങ്ങൾ വളരെ ദുർബലമാണ്. കടലിൻ്റെ അടിത്തട്ടിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അന്തർവാഹിനികളും മറ്റ് കടലിൻ്റെ അടിത്തട്ട് കോമ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ എല്ലായിടത്തും എത്തിച്ചേരാനാവില്ല. അത്ര വിശാലമാണ് ഈ നെറ്റ്വർക്ക്, അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ അണ്ടർ ദ സീ നെറ്റ്വർക്ക്. ഇതാണ് മറ്റൊന്ന്. ഇതിനേക്കാൾ ഒരുപക്ഷെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയുടെ സോഫ്റ്റ് ടാർഗറ്റ്സ്, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, അമേരിക്കൻ ട്രേഡിംഗ് ഹബ്ബുകൾ, അമേരിക്കൻ ലോജിസ്റ്റിക്കൽ ഹബ്ബുകൾ, അല്ലെങ്കിൽ അമേരിക്കൻ കൊളാബറേഷനുള്ള കമ്പനികൾ. എന്തെല്ലാം സ്ഥലങ്ങളാണ്, എവിടെയെല്ലാമാണ്. അവിടെയെല്ലാം ഇറാൻ്റെ സൈന്യം IRGC നേരിട്ട് ആക്രമണം നടത്തുന്ന അചിന്ത്യമാണ്. പക്ഷേ ഇറാൻ്റെ ഒരു ഡിഫൻസ് കേപ്പബിലിറ്റിയിലും ഓഫൻസ് കേപ്പബിലിറ്റിയിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളാണ് എക്സ്റ്റെൻഡഡ് ആംസ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ. അത് ചെറുതും വലുതുമായ മിലിഷ്യകളുണ്ട്. നമ്മളെപ്പോഴും കേൾക്കുന്നത് ഹൂതികൾ, ഹമാസ്, ഹിസ്ബുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഇറാഖിൻ്റെ തെക്ക് പ്രദേശത്തുള്ള ഷിയ മിലിഷ്യകൾ, ഇതെല്ലാമാണ് നമ്മളെപ്പോഴും കേൾക്കുന്ന പേരുകൾ. അതിനുപരിയായി ചെറിയ 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 ഷിയ ഗ്രൂപ്പുകളുണ്ട്, മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളുണ്ട്. അവരൊക്കെ ചാവേർ സ്ഫോടനം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആക്രമണങ്ങൾ, ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ, ഇതൊക്കെ ചെയ്താൽ പെരനിയൽ പ്രോബ്ലമായി ഇത് മാറും. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ രീതി ഒരുപക്ഷെ മാറ്റിപ്പിടിക്കാൻ ഇറാൻ തയ്യാറായി കൂടായികയില്ല. അതുകൊണ്ടാണ് ഇറാനെ സാമ്പത്തികമായി പരമാവധി ഞെരുക്കുന്നു. പൂർണ്ണമായ ഉപരോധം, സാമ്പത്തിക ഉപരോധം ഇറാനെതിരെ അടിച്ചേൽപ്പിക്കുന്ന നയം, അതിനെതിരെ ഇറാൻ ഇന്നൊവേറ്റീവായ ടെക്നിക്കിലൂടെ പ്രതികരിക്കും എന്ന രീതിയിലുള്ള പല സംസാരങ്ങളും ഇറാൻ ഉള്ളിൽ നിന്ന് വരുന്നു. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് അറിയില്ല. പക്ഷേ ചാവേർ ആക്രമണങ്ങൾക്ക് ഇന്നത്തെ നിലയിൽ ഒരു രീതിയിലുള്ള പ്രതിരോധവുമില്ല എന്നതാണ്. അമേരിക്കൻ താവളങ്ങളാകാം, അത് കിഴക്കൻ യൂറോപ്പിലാകാം, പടിഞ്ഞാറൻ യൂറോപ്പിലാകാം, അമേരിക്കയ്ക്കുള്ളിലാവാം. എന്തുകൊണ്ട് അമേരിക്കയ്ക്കുള്ളിലായിക്കൂടാ? അമേരിക്കയ്ക്കുള്ളിൽ മുൻപ് ഇറാനിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്തൊരു പോപ്പുലേഷനുണ്ട്. അതെല്ലാം അമേരിക്ക ലോയലിസ്റ്റുകളാണ്, ഇറാൻ വിരുദ്ധരാണ്, ഇപ്പോഴത്തെ ഭരണകൂടമായിട്ട് തെറ്റി നിൽക്കുന്നവരാണ് എന്നാണ് പൊതുധാരണ. അതല്ലാതെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ സുരക്ഷാ ഭീഷണിയാണ് അമേരിക്കയ്ക്കും അമേരിക്കൻ താല്പര്യങ്ങൾക്കും നേരെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എക്സ്റ്റൻഷൻ ഓഫ് ദി വാർ ബിയോണ്ട് വെസ്റ്റ് ഏഷ്യ, അതിനെക്കുറിച്ച് ഇറാൻ ആലോചിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും എല്ലാം ഉള്ള ഒരു ലോകമാണ്. ഇറാനെ ഒളിഞ്ഞും തെളിഞ്ഞും റഷ്യയും ചൈനയും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ രാജ്യങ്ങൾക്കുൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സെക്കൻഡറി ഉപരോധത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ, ദീർഘകാലാടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് എത്തി നിൽക്കുകയും ലോക മനസാക്ഷി തന്നെ ഉണരുകയും ഇതിനകത്ത് പൂർണ്ണമായ നിരർത്ഥകതയാണ്, ഇത് ഒരു കാലത്തും അവസാനിക്കില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചെങ്കിലേ പറ്റൂ എന്നാണ് മറ്റു രാജ്യങ്ങൾക്ക് തീരുമാനിക്കാനുള്ളത്. അത് ഒരുപക്ഷെ അമേരിക്കയുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് കാണും. എക്കാലത്തും സായുധ പങ്കാളികളായി നിന്ന രാജ്യങ്ങളുണ്ടാവും. ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു തീരുമാനം ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്ലാറ്റ്ഫോമിൽ ആകണമെന്നില്ല. അല്ലാതെ തന്നെ ഉഭയകക്ഷി ചർച്ചകളിൽ ഉൾപ്പെടെ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ളത് ഇറാൻ വിഷയം അമേരിക്ക നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പരിഹരിക്കണം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടാണ്. എണ്ണവില തന്നെ ഒരു ഉദാഹരണമല്ലേ. ഇതെല്ലാം തന്നെ സംഭവിക്കണമെങ്കിൽ പശ്ചിമേഷ്യയിലെ സെലക്ട് കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ എന്ന ഒരു ചിന്തയാണ് ഇതിൻ്റെ ഭാഗം. നോക്കൂ, യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ
ഫെബ്രുവരി 28, 2026 ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കൂ. യുദ്ധം തുടങ്ങാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ പിടിച്ചു കെട്ടണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം യുദ്ധത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കൂ. നിങ്ങളുടെ കയ്യിൽ ഇത് നിൽക്കില്ല. താങ്ക മുടിയാതെ തമ്പി, താങ്ക മുടിയാതെ എന്ന രീതിയിൽ ഒരു വാർണിംഗ് ആണ് ഇറാൻ കൊടുത്തത്. അപ്പോൾ പലരും അതിനെ പരിഹസിച്ച് തള്ളി. ഇപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടും ഒരു രീതിയിലും യുദ്ധവിരാമം കാണാത്തത് കൊണ്ട് പുതിയ തന്ത്രങ്ങളിലേക്കും പന്ഥാവുകളിലേക്കും നീങ്ങുന്ന യുദ്ധമാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു ലോക മഹായുദ്ധമൊക്കെ ഒരു അഭിശപ്തമായ ചിന്തകളാണ്. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പല രാജ്യങ്ങൾക്കും ഉറക്കെ സംസാരിക്കേണ്ടി വരും. അത് അമേരിക്കയുമായുള്ള ഉരസലിന് കാരണമാകും. ചൈനയും അമേരിക്കയും തമ്മിലും റഷ്യയും അമേരിക്കയും തമ്മിലും പല രാജ്യങ്ങളും, ഇവൻ ഇന്ത്യക്ക് പോലും ചില നിലപാടുകൾ ഉറക്കെ പറയേണ്ടി വരും. ഇപ്പോൾ എല്ലാവരും ടെസ്റ്റിംഗ് വാട്ടേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ നോക്കിക്കാണുകരുത്. ഞങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല, എത്രത്തോളം പോകുമെന്നൊന്ന് നോക്കാം. ഇനി അങ്ങനെ സഹിച്ചു ക്ഷമിച്ചിരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ഇറാൻ അതിനെ യൂറോപ്പിലേക്ക്, പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ യൂറോപ്പിലേക്ക്, മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക്, അങ്ങ് ഇന്ത്യൻ ഓഷ്യനിലെ തെക്കൻ ഭാഗത്തേക്ക് എല്ലാം തന്നെ വ്യാപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കാര്യം. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഇറാൻ ദൗർബല്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ ഒരു ഡയസ്പോറ ഉണ്ട്. ഇന്ത്യൻ വംശജർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അപ്പോൾ അവരിലൂടെ നമുക്ക് ആ പ്രദേശങ്ങളെ ഒരു പരിധിവരെ ഇൻഡയറക്റ്റായി സ്വാധീനിക്കാൻ കഴിയും. ജോലി തേടി പോയവരുണ്ട്, ഗുഡ് വിൽ ഉള്ളവരുണ്ട്. പക്ഷേ ഇറാൻ്റെ ഡയസ്പോറ അത്രയും വലുതല്ല എന്ന് ഓർക്കണം. കേവലം 9 കോടി ആളുകൾ മാത്രമാണ് ഇറാനിലുള്ളത്. ഇന്ത്യയിൽ 142 കോടി ആളുകളുണ്ട്. അപ്പം ആ ഒരു പോപ്പുലേഷൻ്റെ വ്യത്യാസം ഡയസ്പോറയുടെ ഒരു ചുരുങ്ങലിന് കാരണമാണ്. അതുകൊണ്ട് ഇറാനിയൻ ഇൻഫ്ലുവൻസ് ഇൻ അതർ കൺട്രീസ്, മറ്റുള്ള രാജ്യങ്ങളുടെ ഡെസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കാനുള്ള ഇറാൻ്റെ കേപ്പബിലിറ്റി കുറവാണ്. അത് മാത്രമല്ല ഇന്ത്യയോടൊപ്പം അത്രയും വലിയൊരു ട്രേഡിംഗ് നേഷനുമല്ല. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇറാൻ വെല്ലുവിളിക്കുന്നത് അമേരിക്കയും അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു ലോകക്രമത്തെയുമാണ്. അതുകൊണ്ടൊരു എസിമെട്രിക്കൽ വാർഫെയറിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പൂർണ്ണമായി അസന്തുലിതമായ ഒരു യുദ്ധക്രമത്തിൽ, വാർഫെയർ രീതിയിൽ ഇന്നൊവേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പ്രതിയോഗിയെ കൊണ്ടുവരാനാവൂ, തങ്ങൾ ഉദ്ദേശിച്ചിടത്ത് പിടിച്ചു കെട്ടാനാവൂ എന്നതുകൊണ്ട് നമ്മൾ സൈപ്രസ്, അതുപോലെ ബൾഗേറിയ, ഇനി പോളണ്ടിലുണ്ട് ഗാരിസനുണ്ട്, അമേരിക്കൻ ഗാരിസൺ, വലിയ ഗാരിസനുണ്ട്. അതുപോലെ കിഴക്കൻ യൂറോപ്പിലെ പല രാജ്യങ്ങളിലുമുണ്ട്. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഒരു പക്ഷേ ഇറാൻ്റെ നേരിട്ടുള്ള മിസൈലുകൾ എത്തില്ലായിരിക്കാം. പക്ഷേ ഇറാൻ്റെ ഏതെങ്കിലും സ്വാധീന ഗ്രൂപ്പുകൾ അവിടങ്ങളിലെല്ലാം പ്രശ്നം സൃഷ്ടിക്കാം. ഒന്നുമില്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ അല്ലെങ്കിൽ സൈബർ വാർഫെയറിലേക്ക് നീങ്ങിയേക്കാം. പല കമ്പനികളെയും പല കോർപ്പറേറ്റുകളെയും തകർക്കാൻ പറ്റുന്ന രീതിയിൽ സൈബർ ആക്രമണത്തിലേക്ക് നീങ്ങിയേക്കാൻ കഴിയും. അതാണ് അപ്രതീക്ഷിതമായ ഒരു ടേൺ ഈ യുദ്ധത്തിന് ഉണ്ടാവാതെ ഇരിക്കട്ടെ, സമാധാനം അങ്ങനെ പുലരട്ടെ എന്നു മാത്രം ആശംസിക്കുന്നു.